ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസോടുകൂടിയുള്ള ഒരു ട്രേഡിംഗ് സെന്റിമെന്റ് ആണ്. ഏഷ്യയിൽ ജപ്പാൻ, സൗത്ത് കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് ഇൻഡെക്സുകളും ബെറ്റർ ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിലും സൗത്ത് കൊറിയയിലും മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ഡൗ ജോൺസ് പക്ഷേ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗിൽ താഴെയാണ്, മറ്റെല്ലാ ഇൻഡെക്സുകളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാഗ്നിഫിസന്റ് 7 കമ്പനികളെല്ലാം തന്നെ താഴെയാണ്. സ്പേസ് എക്സും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മെമ്മറി റിലേറ്റഡ്, സെമി കണ്ടക്ടർ റിലേറ്റഡ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കമ്പനികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സെന്റിമെന്റ് ആണ്. സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഉണ്ട്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,320 പെർ ഔൺസിനാണ്. സിൽവർ $69.2 പെർ ഔൺസിനാണ്. അതേസമയം കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $78.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $USD അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 94.37 പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ അപ്രീസിയേഷൻ, ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിലുവ ഈ രണ്ട് ഫാക്ടേഴ്സും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിലും മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. HFCയിൽ 2666.09 crore വർത്ത് ഓർഡർ RVNL നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. റെയിൽടെല് 52.56 കോടി രൂപയ്ക്കുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. നൈബ് ലിമിറ്റഡ് പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് 31 കോടി രൂപ അഡീഷണൽ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഓർഡറിൽ നിന്നുള്ളൊരു അഡീഷണൽ ഓർഡറാണ്. RVNL 967.92 കോടി രൂപയ്ക്കുള്ള പുതിയൊരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് വലിയ രീതിയിൽ മുന്നേറിയ ഒരു സ്റ്റോക്കാണ്. ഒപ്റ്റിക്കൽ ഫൈബർ റിലേറ്റഡ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്ക് കൂടിയാണ്. അമേരിക്കയിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വേദാന്ത ഗ്രൂപ്പ് കമ്പനിയാണ്. എൻഡ്യൂറൻസ് ടെക്നോളജീസ് ക്യാപെക്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 47.3 കോടി രൂപയ്ക്കുള്ള പൂനെയിൽ ഒരു ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയാണ്. ഹഡ്കോ ഗുജറാത്ത് ഗവൺമെന്റ് ആയിട്ടൊരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. 1 lakh crore അടുത്ത 2 വർഷത്തിനുള്ളിൽ ഗുജറാത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഹഡ്കോനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ശക്തി പമ്പ്സ്, KCP ലിമിറ്റഡ്, അതുപോലെ തന്നെ MNB എഞ്ചിനീയറിംഗ്, ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. ZF കമേഴ്ഷ്യൽ വെഹിക്കിൾസ് 5:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. അതായത് ഒരു ഷെയറിന് 5 ഷെയർ വെച്ച് ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിരുന്നു. ജൂൺ 24 റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു MNC കമ്പനിയാണ്. ബോണസ് വാങ്ങി ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒരു പക്ഷേ 30 to 50% അപ്രീസിയേഷൻ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ZF കമേഴ്ഷ്യൽ വെഹിക്കിൾസ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 15,115 റേഞ്ച് ലെവലിലൊക്കെയാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന NSE IPOയ്ക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് കാര്യം പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. SBI ക്യാപിറ്റൽ മാർക്കറ്റും കൂടിയാണ് അറൌണ്ട് 6% സ്റ്റേക്ക് വെക്കുന്നത്. 100% ഓഫർ ഫോർ സെയിലാണ്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ IPO പ്രൈസ് ഒരു 2000-2200 ലെവലിൽ വരാനൊക്കെയാണ് സാധ്യതകൾ കൂടുതൽ. ഒരു പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ 1900-2200 റേഞ്ചിലായിരിക്കാം IPO പ്രൈസ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ IPO ആയിട്ട് മാറിയിരിക്കും NSE. അത്രയും അട്രാക്ഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ 2100 ലെവലിലാണ് ഈ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തതിനു ശേഷം NSE സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഒരു കാര്യം ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ വാങ്ങുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ IPO ഇഷ്യൂ ചെയ്തതിന് ശേഷം, IPOയ്ക്ക് ശേഷം 6 മാസം കഴിഞ്ഞ് മാത്രമാണ് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇതുവരെയുള്ള ഇൻവെസ്റ്റേഴ്സിനും
ഒപ്പം ഇന്ന് മുതൽ ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് IPO കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് NSEയുടെ സ്റ്റോക്ക് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും NSEയുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇപ്പോഴത്തെ റിസൾട്ടുകൾ വെച്ച് നമ്മൾ BSEയുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 25 to 30% അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു IPO ആണ് NSE. പക്ഷേ മാർക്കറ്റ് സെന്റിമെന്റ് ബെറ്റർ ആണെങ്കിൽ BSEയുടെ PE റേഷ്യോ ആയിട്ട് കമ്പയറബിൾ വരികയാണെങ്കിൽ അറൗണ്ട് 3000 റേഞ്ചിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ NSE IPO വരെയാണ്. ഈ IPOയ്ക്ക് വേണ്ടി ഒരു പക്ഷേ മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പല സ്റ്റോക്കുകളും സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടേക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് NSE IPO തന്നെ റിലയൻസ് ജിയോയുടെ IPO വരുന്നുണ്ട്, ധാരാളം IPOs വരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ IPOs വരുമ്പോൾ മാർക്കറ്റിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു ബയോമെഡിക്കൽസ് കമ്പനിയുണ്ട്, NSE SMEയിലാണ്. ഏവിയൻസ് ബയോമെഡിക്കൽസ് ആണ് ഈ കമ്പനി. 208 രൂപയ്ക്കാണ് IPO വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 600 ലോട്ട് വരുന്നത്. അപ്പോൾ 1200 ഷെയറിന് അപ്ലൈ ചെയ്യുന്ന നല്ലൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ NSE SMEയിൽ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ക്ലേ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു IPO കൂടിയുണ്ട്. ഈ IPOയിലും അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 203 ഈ കമ്പനിയുടെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അപ്പോൾ ഈ 2 IPOയിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ് ക്ലേ ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഏവിയൻസ് ബയോമെഡിക്കൽസ് ലിമിറ്റഡ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.